പ്രിയ സഹോദരങ്ങളെ, ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ഈ സഹോദരൻ്റെ അവസ്ഥ കാണാതെ പോകരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത്രക്കും സങ്കടകരമാണ് ഈ കാഴ്ച. വയറിന് ട്യൂമർ ബാധിച്ച് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്ന പ്രശാന്ത് എന്ന് പറയുന്ന ഈ സഹോദരൻ ഇന്ന് സർജറിക്ക് വഴിയില്ലാതെ നമ്മൾക്ക് മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതെൻ്റെ ഭർത്താവാണ്. ആൾക്ക് 2 കൊല്ലമായിട്ട് ട്യൂമറാണ്. അപ്പം അത് 2 കൊല്ലം മുന്നേ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഫുൾ എടുക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിപ്പോൾ വലുതായി വരികയാണ്. അപ്പോൾ വീണ്ടും ഒരു സർജറി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ഓട്ടോറിക്ഷ ഓടിക്കാണ്. ഇപ്പോൾ വയ്യാത്ത കാരണം പോണില്ല, പണിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ആൾ മാത്രമേ എനിക്കുള്ളൂ, ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. അപ്പം അതിൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലുപരി ആളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അവിടെ നിന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ്. എൻ്റെ മോൻ ഓട്ടോറിക്ഷ ഓടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ മോനെ കുട്ടികളൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് ആകെയുള്ളൊരു സ്വത്താണ് ഈ കിടക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗമില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ വളരെ ഒരു അർഹതപ്പെട്ട കുടുംബത്തിൻ്റെ ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ തന്നെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ, പെരുമ്പടപ്പ് പഞ്ചായത്തിലെ 10ാം വാർഡിൽ വലിയ പറമ്പിൽ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ ചികിത്സാ സഹായ അഭ്യർത്ഥനയുമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ്. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. അദ്ദേഹം ഓട്ടോ ഓടിച്ചാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2 വർഷമായി അദ്ദേഹത്തിന് വയറ്റിൽ ട്യൂമർ വളരുകയും അതൊരിക്കൽ സർജറി കഴിഞ്ഞു. അതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല, സർജറികൾ തന്നെയാണ് അതിനുള്ളൊരു പ്രതിവിധി. ഇന്ന് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അത്രക്കും ബുദ്ധിമുട്ടിലാണ് പ്രശാന്ത്. സർജറിക്ക് വഴിയില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് ഇപ്പോൾ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലേക്ക് ഇന്ന് സർജറിക്ക് പോവുകയാണ്. വലിയൊരു ഭാരിച്ച തുക തന്നെ ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഇതുവരെയൊക്കെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ആ പ്രശാന്തിന്റെ ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇതൊരു ചെറിയ തുകയിൽ നിൽക്കുന്ന ഒരു ഇതല്ല. അവർക്കാണെങ്കിൽ ഒരു കുട്ടികൾ പോലും ഇല്ല, ജീവിക്കാൻ ഒരു വഴിയുമില്ല. ഒരു പ്രായമായ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ ഈ വീട്ടിലുള്ളത്. വീടിന്റെ അവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ സഹായം ചോദിക്കുന്നത്. അവിടെ ഓപ്പറേഷന് വേണ്ടി പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ കോട്ടക്കൽ മിംസ് ഹോസ്പിറ്റലിലേക്ക് അവർ സർജറിക്ക് വേണ്ടി പോവുകയാണ്. നാളെയാണ് അദ്ദേഹത്തിന്റെ സർജറി. വേറെ ഒരു വഴിയില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ അവസ്ഥ